ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ലോട്ടറി പൈസ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ആ പാറു, ഗിരിയേട്ടൻ ഒരു മധുര ഓ, ഈ പട്ടിക്കാട്ടിൽ ഇത്രയധികം അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി എടുത്തു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? വല്ല ഓണോ വിഷുവോ സംക്രാന്തിയോ വരുമ്പോഴാണ് ഈ വക സാധനങ്ങളുടെ വിറ്റ് പോണത്. ഇത് ഇതിനകത്തിരുന്ന് പൂത്തു പോണേക്കാളും നല്ലത് എന്റെ വയറ്റിൽ പോണത് തന്നെ. എന്റെ അമ്മ വന്നാ ഇന്ന് കച്ചവടം വല്ലതും നടന്നോ? എടാ, എന്തൊക്കെ സാധനങ്ങൾ വിറ്റുന്ന്? എന്തു പറ്റി? നീ എന്താ ചുമക്കുന്ന? വായു മണ്ടേ കയറിയത് ഗിരിയേട്ടാ. പെട്ടുപോയി. വായു കണ്ണി കണ്ടത് മുഴുവൻ എടുത്തങ്ങ് വിഴുങ്ങണം. എന്നിട്ട് വായു കോപെന്നും പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അണ്ടിപ്പരിപ്പ് വിഴുങ്ങിയത് ഇങ്ങനെ കണ്ടോ? ഗിരിയേട്ടാ, അല്ല ഇതാര്? ജിമ്മനുണ്ണിയോ? എന്താ സോമേട്ടാ, നിങ്ങൾ എന്നെ കളിയാക്കിയതാ? അയ്യോ, നമ്മുടെ നാട്ടിലെ ഒരേ ഒരു ജിമ്മനുണ്ണി ഞാൻ കളിയാക്കോ? കേട്ടില്ല ഗിരിയേട്ടാ, സോമേട്ടൻ എന്നെ കളിയാക്കുന്നത്? എടാ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നീ ഈ കസർത്തും അഭ്യാസവും കാണിക്കുന്നതല്ല, നിന്റെ മസിലൊന്നും ഉരുളുന്നില്ലല്ലോ. അതല്ലേ അവൻ നിന്നെ കളിയാക്കുന്നത്. അത് തന്നെ. നിങ്ങൾ നോക്കിക്കോ, പ്രോട്ടീൻ പൗഡർ കഴിച്ച് ഞാൻ ശരിക്കും മസിൽമാനാവും. എന്റെ ഗിരിയേട്ടനെ കുറച്ച് പ്രോട്ടീൻ പൗഡർ തീർന്നു കിട്ടും. അല്ലാതെ ഈ ബോഡിയിൽ ജിം ബോഡി ആവുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റും തോന്നുന്നില്ല. സോമേട്ടാ, ഗിരിയേട്ടാ, എന്റെ പ്രോട്ടീൻ പൗഡർ വന്നോ? നിന്റെ പ്രോട്ടീൻ പൗഡറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ വേഗം നിങ്ങൾ എടുത്തോ, ഇല്ലെങ്കിലുണ്ടല്ലോ ഈ സോമോന്റെ വർത്താനം കേട്ട് ഞാൻ അരുതാത്ത എന്തെങ്കിലും ചെയ്യും. കൊച്ചർക്ക, നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാ? എന്താ ധൈര്യം ഇല്ലാത്തത്? എന്റെ ധൈര്യം കാണണോ? ധൈര്യം കാണണോ? അല്ല, അത് ആരാ വരുന്നത്? പട്ടാള ശശിയേട്ടനല്ലേ? അച്ഛനോ? എവിടെ? ശശിയേട്ടനോടെ? അയ്യോ, ശശിയേട്ടനോടെന്ന്? എന്തൊരു ശശിയേട്ടൻ? ഞാൻ ചുമ്മാ ചെറുക്കനെ വരട്ടിയതല്ലേ. അവൻ എന്നെ വരട്ടാൻ നോക്കണം. അപ്പൊ അവനൊരു പണി കൊടുക്കണ്ടേ? പട്ടാള ശശിയേട്ടന്റെ പേര് കേട്ടാ അവൻ നിപ്പ് ഇല്ലാതാവുന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടാ, അവ ഒരു പാവാടാ. അതുകൊണ്ടല്ലേ ഗിരിയേട്ടാ ഞാൻ അവനെ കളിയാക്കുന്നത്. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തു വെക്കുന്നത്. അവ അതും വാങ്ങാതെ പോയി. അതവിടെ വെച്ചേ ഗിരിയേട്ടാ, ഞാൻ തന്നെ അവനെ കൊടുത്തോളാം. എടാ, ഇത് പഞ്ചായത്ത് ക്യാൻറ്റീനിൽ നിന്ന് അവര് തന്ന ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ കാണുന്ന സാധനങ്ങള് ഇപ്പൊ തന്നെ എടുത്തു വെച്ചേക്കണം. സാധനം വാങ്ങാനുള്ള ആള് വരും, അവര് പൈസയും തരും. കൃത്യമായിട്ട് അത് എടുത്തു വെക്കണം. അല്ല, അപ്പം ഗിരിയേട്ടൻ? എനിക്ക് അത്യാവശ്യമായിട്ടെ ഒരു സ്ഥലം വരെ പോണം. എവിടെ പോവാ? എല്ലാ കാര്യം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അല്ല, എന്നാലും വിശദീകരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല. നിനക്ക് ഈ ലിസ്റ്റ് എടുത്ത് തരാനാണ് ഞാൻ അത്യാവശ്യമായിട്ട് ഓടി പിടിച്ചിങ്ങോട്ട് വന്നത്. ഞാൻ ഇറങ്ങ. ഇവിടെ നിന്ന് ഓരോന്ന് തിന്ന് തീർക്കരുത് കേട്ടോ. ഇല്ല ഗിരിയേട്ടാ. ഗിരിയേട്ടൻ നിക്ക്. പാറു, രാഘവേട്ടാ, തേൻ നെല്ലിക്ക. ഓ, നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നതായിരിക്കും. ആരുടെയും കണ്ണിപ്പെടാതെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാ സമ്മതിക്കൂല. ഗിരി, നാരായണേട്ടാ, നീ എന്താ ഇവിടെ? ഞാന് ബസ്സിലൊരു പാർസൽ വരും, അതെടുക്കാൻ വേണ്ടി വന്നാ. കടയിലേക്കുള്ള സാധനമാവും അല്ലേ? നാരായണേട്ടൻ പാറുവിനെ വിളിക്കാൻ വന്നായിരിക്കും അല്ലേ? പാറു എത്തിയോ?
എത്തിയാ പിന്നെ ഞാനിവിടെ നിൽക്കുവോ? ബസ് വരാനുള്ള സമയമായി. ആ എന്നാ പിന്നെ ഞാനും അങ്ങോട്ട്. ആ പെട്ടിയെടുത്ത് എങ്ങോട്ടാ? 200 രൂപ വേണം പെങ്ങളെ. ഇല്ല 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 200 രൂപയൊന്നും എനിക്ക് തരാൻ പറ്റില്ല. 200 രൂപ വേണം. കൂടി പോയ 50 രൂപ തരും. അല്ല ഈ ഒരു പെട്ടിക്ക് 200 രൂപയോ? കുറയ്ക്കാനൊന്നും പറ്റൂല. 200 രൂപ തന്നെ വേണം പെട്ടിയെടുക്കാൻ. ശരി 150 കൊടുക്ക്. ആ 150 ഒന്നും പറ്റില്ല, 50. അത് 100 രൂപ കൂടുതൽ ഞാൻ തരില്ല. കള്ളിപ്പൂവേ നെഞ്ചിൽ കൂടും പാവേ മിണ്ടാനുള്ളിൽ മോഹം മീട്ടും കനവേ തിങ്കൾ ചേലായി കണ്ണിൽ മിന്നും മിഴിവേ നിന്നിൽ ചായും എന്നും ഉയരന്നഴകേ പുഞ്ചിരി പൊൻപുലരി കൺമിഴി കനവു ചുഴി നിൻമൊഴി കുളിരലയിൽ നീളെ ഞാൻ ഒഴുകുകയായി നീ തെളിയും പകലായി എന്നും മനമൊന്നാകെ ഉണരുന്നു നിന്നിൽ നിറചന്ദ്രത്തിൻ വിണ്ണൊത്തിരി കണ്ടു ഞാൻ നീ പോകും വഴി നീളെ നിഴലായി ഞാൻ പണ്ടുള്ളൊരു മാഞ്ചോട്ടിൽ കണ്ടൊരു നാൾ തൊട്ടെന്നും എന്നാശകൾ നിന്നാലേ ഒളി ചിന്നുന്നു. എന്റെ കണ്ണടങ്ങളാണോ? ഓ ആ, എവിടെ നിന്ന് വരുന്ന കുട്ടിയും പറിച്ച്? എന്റെ പൂവിന്റെ പൈസ ആണോ? ഇയാള് വന്നപ്പോ തുടങ്ങിയതാ ഓരോ അതൊക്കെ ശല്യം. ശരിയാവും. 50 രൂപ എനിക്ക് തരാൻ പറ്റും. 150 കിട്ടും. ഒന്നും എടുക്കണ്ട. 150 അയ്യോ, വേണ്ട വേണ്ട. എനിക്ക് 50 രൂപ തരാൻ പറ്റും. നടക്കൂല, എന്ന് 50 പറഞ്ഞാൽ രൂപ, നടക്കൂല. 50 രൂപ. ചേച്ചി ക്ഷമിക്കണം, അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിങ്ങളെ ഒന്നും കണ്ടില്ല. ലോട്ടറി പൈസ നമുക്ക് തന്നിട്ട് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ആ പാറു, ഗിരിയേട്ടൻ ആ പാറു, എന്താ ഇവിടെ പ്രശ്നം? എന്നെ പെട്ടിയെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. ഡ്രൈവറെ വിളിച്ച് എടുപ്പിക്കാന്ന് വെച്ചാ അതിനും സമ്മതിക്കുന്നില്ല. ആ, ഇതിപ്പോ ഞാൻ എടുത്ത പോരെ? ഏയ് പുറത്തുനിന്ന് ഒന്നാളെ എടുക്കണ്ട. കണ്ടോ? ആ അതെ, ഇതൊരു പെട്ടിയുടെ കാര്യമല്ലേ? പെട്ടേക്ക് പാറുവാ. എന്നെ വിളിച്ച പോരായിരുന്നോ? ഈ ഒരു പെട്ടി എടുക്കാൻ നാരായണേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പാറു കയറി. ഗിരിയേട്ടൻ എങ്ങനെയാ വന്നേ? ബൈക്കില്. എന്നാ ഞാനും അതിൽ വരാം. ആ അയ്യോ, അതില് ഞാനതിൽ വന്ന എന്താ കുഴപ്പം? അല്ല, നാട്ടുകാര് കണ്ടാലെന്താ? നാരായണേട്ടാ, ഏട്ടൻ വീട്ടിൽ പോയിക്കോ. ഞാൻ ഗിരിയേട്ടന്റെ കൂടെ ബൈക്കിൽ വരാം. കുഞ്ഞെ അച്ഛൻ. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. വാ വാ, നമുക്കിതില് പോവാം. വാ. ഗിരിയേട്ടാ ഒന്ന് നിർത്തി. എന്താ? നീ ആ ഡ്രൈവറെ വിളിച്ചിട്ട് പാറു എത്തിയോന്ന് ചോദിക്കേ. ഭാഗ്യജി വിളിക്കണ്ട, അവര് ദേ എത്തി. അല്ല അവളിനകത്തില്ലല്ലോ. പാറുവിടെ? മോള് ബൈക്കിൽ വരുന്നുണ്ട്. ബൈക്കിലോ? ആരുടെ? ഗിരിയുടെ. അയ്യോ, പിന്നെ എന്തിനാ വിട്ടെ? ഗിരിയോട് ആരാ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ പറഞ്ഞേ? നീയാണോ? അയ്യോ അല്ല,